കൃഷ്ണനുണ്ട് മാവേലിക്കരയിൽ നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകൾ, നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 ആളുകൾ. ഞാൻ പറയുന്നത്, ഞാൻ CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഒപ്പമാണ്. അദ്ദേഹം മമ്മൂട്ടിയുടെ കൂടെ പോയതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം മമ്മൂട്ടി കുറച്ചുകൂടി നിർഭാഗ്യകരം, മമ്മൂട്ടി അങ്ങനെ പറഞ്ഞെങ്കിൽ അത് കുറച്ചുകൂടി അദ്ദേഹം എന്താണ് പറയുന്നത്, ഒരു ലഘൂകരിച്ച് പറയാൻ ഇത്ര പരസ്യമായിട്ട് പറയേണ്ട കാര്യമില്ലായിരുന്നു. അദ്ദേഹം ഈ ചൂരൽമല ദുരന്തം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി അവിടെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. അപ്പം മമ്മൂട്ടി അതൊക്കെ ഒന്നീ ആരോടെങ്കിലും ചോദിക്കാമായിരുന്നു, അല്ലെങ്കിൽ അത് ചിന്തിച്ച് പറയണമായിരുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറി അത്ര മോശം ആളൊന്നും അല്ലല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ വന്നോ? ആ ഫ്രെയിമിൽ കയറി നിൽക്കാനുള്ള ശ്രമം നടത്തുന്നു. കുറച്ചുകൂടി പക്വിതമായി ഇടപെടണം. ഞാൻ മമ്മൂട്ടിയുടെ ഒരു ഇഷ്ടപ്പെടുന്ന ആളാണ് മമ്മൂട്ടിയെ. ഞാൻ ഒരു നടന്റെയും വലിയ ആരാധകനൊന്നുമല്ല, എന്നാൽ നല്ല കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ആള് തന്നെ. മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമ കാണുന്ന ആളാ. പക്ഷെ മമ്മൂട്ടി കുറെ കൂടി മര്യാദ കാണിക്കണമായിരുന്നു എന്നാണ് അങ്ങയുടെ അഭിപ്രായം. അത് തന്നെ മമ്മൂട്ടി കുറച്ചുകൂടി ഇത് കാണിക്കണമായിരുന്നു. അദ്ദേഹം പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഞങ്ങളിപ്പോഴും ജില്ലാ സെക്രട്ടറിയുടെ കൂടെ തന്നെ കേട്ടോ. അദ്ദേഹം ചെയ്താണ് ശരി. മമ്മൂട്ടി കുറച്ചുകൂടി കുറച്ചുകൂടി ഇത് കാണിക്കണമായിരുന്നു, കാണിച്ചില്ല. നിർഭാഗ്യകരം, അത്രേ പറയാനുള്ളൂ. ശരി. അപ്പൊ ഉമേഷ് കോഴിക്കോട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഉമേഷ്, ഇതൊരു സ്വകാര്യ സന്ദർശനം നടത്തിയ മമ്മൂട്ടിയുടെ പരിപാടിയെ പാർട്ടി പരിപാടിയാക്കാൻ ഒരു ശ്രമം നടത്തിയെന്ന ആക്ഷേപം ഏതെങ്കിലും തരത്തിൽ ശരിയാണോ? അതോ MA ബേബി അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി അദ്ദേഹം പോയതിനു ശേഷം മമ്മൂട്ടിയെ കണ്ടപ്പോഴും കൂടെ പോയി എന്നതാണോ? എന്താണ് ശ്രീ ഉമേഷ് ഒക്കെ മനസ്സിലാക്കുന്നത്? അത് മൻസൂർ പറഞ്ഞതിൽ കുറച്ച് കഴമ്പില്ലാതില്ല. അതൊരു പാർട്ടി പരിപാടി പോലാക്കാൻ ശ്രമിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ മമ്മൂക്ക ചെയ്തിരിക്കുന്നതായിരിക്കുന്ന കാര്യം ശരിയല്ല. എന്തായിരുന്നാലും ഞാനിപ്പോ ഒരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ ഒരു CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു പൊതുപ്രവർത്തനെ ആ ദുരന്ത സമയത്ത് ആ പ്രവർത്തൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം അദ്ദേഹമൊക്കെ. അതുപോലുള്ള ഒരു വ്യക്തിയെ ഒരു പരസ്യമായിട്ട് അപമാനിക്കാൻ പാടില്ലായിരുന്നു അത്തരത്തിലുള്ള പൊതുപ്രവർത്തകനെ. പക്ഷെ ഇത് വേറൊന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഏതായാലും മമ്മൂട്ടി ഇപ്പോൾ ക്ഷമാപണം നടത്തി, മാപ്പ് പറഞ്ഞു, വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ അതോടുകൂടി അത് നമുക്ക് മാപ്പ് കൊടുക്കാൻ തക്കതായ ഒരു ഇതായോ, അതോ ഇത് വിവാദമായതുകൊണ്ട് മാപ്പ് പറഞ്ഞതാ, ഖേദം പ്രകടിപ്പിച്ചതാണോ? അത് വിവാദമായതുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചിരുന്നല്ലാതെ വേറെ എന്താ? അല്ലാതെ നമ്മൾ ഒരു തെറ്റ് ചെയ്ത് പിന്നെ ആ തെറ്റ് ഇനി തെറ്റല്ലാതാവുന്നില്ലല്ലോ. ഒരു മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറ്റല്ലാതാവില്ലല്ലോ. പക്ഷെ വേറൊന്നുണ്ട്, ഒന്നും കൂടി മനസ്സറിയാനെന്ന് പറഞ്ഞോട്ടെ. ഇതേപോലെ തന്നെ അവിടെയുള്ള സ്ഥലം MLA T സിദ്ദീഖിനെ പ്രസംഗിക്കുന്ന സമയത്ത് കൂകിയിട്ട് അപമാനിക്കാൻ നോക്കിയവരാണ് ഇവര്. അപ്പോ കൊടുത്താൽ കൊല്ലത്ത് കിട്ടും. അപ്പൊ അപമാനിക്കല് ആര് ചെയ്താലും അത് തെറ്റ് ഞാൻ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാം. അപ്പൊ സിദ്ദിഖിനെ അവമാനിച്ചതിനെ ഇപ്പൊ തിരിച്ചു കിട്ടിയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതല്ലാതെ അല്ല, കിട്ടിയല്ല. ഇത് ആരെയായാലും പരസ്യമായിട്ട് അപമാനിക്കാൻ പാടില്ല. കൂടെ നിന്നവരെ അപമാനിക്കാൻ പാടില്ലാത്തതിന്റെ ഉത്തമ ഉദാഹരണം മാത്രമാണ് ഇതെന്ന് പറയാനുള്ളൂ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശരത്ത് നമ്മുടെ സമയം കഴിയാറായി. എറണാകുളത്താണ് വിളിക്കുന്നത്. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, മമ്മൂട്ടി അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, മമ്മൂട്ടി പറഞ്ഞത് തെറ്റാണ്. ഒരു പരസ്യമായിട്ട് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ആ ദുരന്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരാളെ ഇത്ര പരസ്യമായിട്ട് മോശമായിട്ട് പറയാൻ പാടില്ലായിരുന്നു. മമ്മൂട്ടിക്ക് പറയണമെങ്കിൽ അയാൾ മുന്നേ പറയായിരുന്നു ഇയാൾ വരണ്ടെന്നുള്ളത്. ആൾക്കാരുടെ ഇടയിൽ വെച്ച് പറഞ്ഞത് മമ്മൂട്ടി പറഞ്ഞത് തെറ്റായി പോയി. എന്തായാലും മമ്മൂട്ടി മാപ്പ് പറഞ്ഞതായിട്ട് കണ്ടു. അതോടുകൂടി ഈ പ്രശ്നം ഇനി അവസാനിപ്പിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ് ശരത്തിന്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ ഇന്ന് വനിതകൾ നമ്മൾ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പല ആളുകളും ഉണ്ട് കേട്ടോ. സെബീന സുൽഫി നമ്മുടെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് നേരിട്ട് വന്ന അഭിപ്രായം പറയുന്നതാണെന്ന് തോന്നും. 5 മിനിറ്റ് കൊണ്ട് സ്റ്റുഡിയോ എത്താം എനിക്ക് അവിടെ നിന്ന്. അപ്പോൾ സന്തോഷം ശ്രീമതി സെബീന, ഒരു ദിവസം നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരൂ, നമുക്ക് പൊതുവേദിയിലൊക്കെ ഒരുമിച്ച് നിൽക്കാം. അപ്പോൾ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും പാവത്തിന്, വിളിച്ചാൽ കിട്ടാറില്ലെന്ന്. അത് എന്താണ് അത് എല്ലാവരും കൂടി ഇങ്ങനെ ശ്രമിക്കുന്നതുകൊണ്ടാണ്. ട്രംപിനെ ഓക്കെ പരിഹസിക്കുന്നുണ്ട് സെബാസ്റ്റ്യൻ സി. ഏതായാലും സെബീന സുൽഫിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണെന്ന് ഞാൻ വിചാരിച്ചു. വനിതാ ദിനം ആയതുകൊണ്ട് അവർക്കൊക്കെ ഒരു അവസരം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ ആളുകൾക്ക് അവസരം കിട്ടിയില്ല. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എല്ലാ ദിനവും വനിതാ ദിനം തന്നെ, നമുക്ക് അടുത്ത ദിവസം കൂടുതൽ വനിതകൾക്ക് അവസരം കൊടുക്കാം. അപ്പോൾ ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. അപ്പോൾ ഞാനൊരു പ്രധാന ചോദ്യം ചോദിച്ചത്, മമ്മൂട്ടിക്ക് എതിരെ നടന്ന സൈബർ ആക്രമണം അതിരു കടന്നു എന്ന് ചോദിച്ചപ്പോൾ പല ആളുകളും അത് സൈബർ ആക്രമണം ഒഴിവാക്കാമായിരുന്നു, അത് 81% ആളുകൾ സൈബർ ആക്രമണം അതിൽ കടന്നു എന്ന നിലപാടാണ്. ഏതായാലും ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും സോഷ്യൽ മീഡിയ ഒരു തുറന്ന വേദിയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകാം.
വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാം, അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ അത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും ആളുകളെ അപമാനിക്കുന്നതിലേക്കും വഴിമാറുമ്പോൾ അത് നമ്മുടെ സാംസ്കാരിക രീതിക്ക് നേരെ തന്നെയാണ് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. വർഷങ്ങളായി മലയാള സിനിമയെ സമ്പന്നമാക്കിയ ഒരു മുതിർന്ന നടനെ, പൊതുജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഒക്കെ അപമാനിക്കുന്ന ഭാഷയും സമീപനവും ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എഴുതുന്ന ഓരോ വാക്കിനും സാമൂഹിക ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. വിമർശനം ഉണ്ടാകട്ടെ, ഒപ്പം ശൈലിയും ഭാഷയും സംസ്കാരവും സൗമ്യതയും ഒക്കെ നിലനിൽക്കുകയും വേണം. അതുകൊണ്ട് നമുക്ക് അഭിപ്രായങ്ങൾ ശക്തമായി തന്നെ തുറന്നു പറയാം, പക്ഷേ മാന്യത കൈവിടാതിരിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.